നമ്മുടെ പ്രിയപ്പെട്ട ശ്രീജിത്ത് ബാലകൃഷ്ണനുണ്ട്. പത്രവിശേഷങ്ങൾ, പത്രവാർത്തകളൊക്കെ വളരെ വിശദമായി പ്രേക്ഷകരിലേക്ക് പറഞ്ഞു തരാൻ. ശ്രീജിത്ത് ബാലകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. ഞായറാഴ്ചയാണ്, അവധി ദിവസമാണ്. ഒത്തിരി വാർത്തകളൊക്കെ, സൺഡേ സപ്ലിമെൻ്റ് അടക്കമൊക്കെ പറയാനുണ്ടെന്നറിയാം. പക്ഷെ അപ്പോഴും ലോകം വീണ്ടും അശാന്തിയിലേക്ക് പോകുന്നു. അമേരിക്ക അടക്കം അപ്രതീക്ഷിതമായി ഇതാ യുദ്ധത്തിൽ പങ്കുചേർന്നിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അഭിസംബോധനയൊക്കെ വന്നിരിക്കുന്നു. വല്ലാത്തൊരു അന്തരീക്ഷമാണല്ലേ? തീർച്ചയായും അത് തന്നെയാണ്. അത് ഞായറാഴ്ച നമുക്ക് അവധി ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ നാളെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കുകയാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. രാഷ്ട്രീയ പാർട്ടികളൊക്കെ വലിയ പ്രതീക്ഷയിലാണ്. ഒരുപക്ഷെ അതാണ് വലിയ വാർത്തയും. പക്ഷേ അതിനപ്പുറത്തേക്ക് രാഹുൽ ഗാന്ധിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും നേരിട്ട് ഏറ്റുമുട്ടുകയാണ്. അതും പത്രങ്ങളിലുണ്ട്. അത് ഞാൻ വിശദമായി പറയാം. പക്ഷേ പത്താം നാളും പശ്ചിമേഷ്യയിൽ തുടരുന്ന യുദ്ധഭീതിയാണ് ഇന്നും പത്രങ്ങളിലെ പ്രധാന വാർത്ത. അത് പറയാതെ പോകാൻ നിർവാഹമില്ല പത്രങ്ങൾക്കും. കാരണം ഇന്നുകൂടി ആകുമ്പോൾ, ഇന്നലെ അച്ചടിച്ച് ഇന്ന് വന്ന പത്രങ്ങൾ വരുന്ന വാർത്തകൾക്ക് അപ്പുറത്തേക്ക് കാര്യങ്ങൾ കടന്നു പോകുന്നു. യുദ്ധം തന്നെയാണ്. ട്രംപ് അദ്ദേഹത്തിൻ്റെ ഭ്രാന്തൻ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ പത്രങ്ങൾക്കും നമ്മളെയും അത് ബാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ആവർത്തിക്കുന്നില്ല. കാരണം കഴിഞ്ഞ 10 ദിവസവും അത് അങ്ങനെ തന്നെ തുടരുന്നു. അയവില്ല എന്നാണ് മാധ്യമത്തിൻ്റെ ഒന്നാം പേജിലെ വാർത്ത. അയവില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അങ്ങനെ യുദ്ധത്തിന് അയവുണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹം സാധ്യമാകുന്നില്ല എന്നുള്ളതാണ് മാധ്യമത്തിൻ്റെ ഒന്നാം പേജിലെ ലീഡ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അയവില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും യുദ്ധം അവസാനിക്കേണ്ടതാണ്, പക്ഷേ അവസാനിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. യുഎസിനോട് ഇറാൻ ഇടപെട്ടാൽ അപകടം എന്നാണ് ഇറാൻ്റെ ഇത് പറയുന്നത് സുപ്രഭാതമാണ്. അതായത് വീണ്ടും യു എസിൽ ഇടപെടരുത് എന്ന് പലതവണ എല്ലാവരും ആവശ്യപ്പെട്ട കാര്യമാണ്. യുഎസിന് റോളില്ല, ട്രംപിന് റോളില്ല. പക്ഷേ ഇടപെട്ടാൽ അപകടമെന്ന് ഇറാൻ പറയുന്നു. ഇടപെട്ട് കഴിഞ്ഞു ട്രംപ്. അപ്പോൾ സ്വാഭാവികമായും ഇനി അപകടത്തിലേക്കാണ് പോകുന്നത്. അതൊരു സൂചനയായിട്ടാണ് സുപ്രഭാതം പറയുന്നത്. സുപ്രഭാതത്തിൻ്റെ സൂചന ഇപ്പോൾ ഇന്ന് രാവിലെ സംഭവിച്ച കാര്യങ്ങൾ എടുത്ത് ചിന്തിക്കുമ്പോൾ അതൊരു വലിയ സൂചന തന്നെയാണ്. ഒപ്പം തന്നെ അപ്പുറത്ത് ഇറാനിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പിൻഗാമി അവർ നിർദ്ദേശിച്ചു കഴിഞ്ഞു. ഖമനേയി അദ്ദേഹത്തെ കൊലപ്പെടുത്തുമെന്ന് ഇസ്രായേലും ട്രംപും ഒക്കെ പറയുമ്പോൾ ഖമനേയി അദ്ദേഹത്തിൻ്റെ അനുയായിയെ അല്ലെങ്കിൽ പിൻഗാമിയെ അവർ നിശ്ചയിച്ചു കഴിഞ്ഞു. ആ വാർത്ത നൽകുന്നത് കേരള കൗമുദിയാണ്. കാരണം കമാൻഡറെ കൊലപ്പെടുത്തി ഇസ്രായേൽ കൊലപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും ഖമനേയി അദ്ദേഹത്തിൻ്റെ കമാൻഡർക്ക് മാത്രമല്ല അദ്ദേഹത്തിന് ഒരു പിൻഗാമിയെ കണ്ടെത്തേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. അത് കേരള കൗമുദി ഒന്നാം പേരിൽ വളരെ വിശദമായി വലിയ വാർത്തയെ നൽകിയിരിക്കുന്നു. കാരണം ഇറാൻ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. എന്ത് നേരിടാൻ തയ്യാറാകുന്നു എന്നാണ് ആ വാർത്തയുടെയും സൂചന. ദീർഘയുദ്ധത്തിന് ഇസ്രായേൽ എന്നാണ് ദേശാഭിമാനി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇസ്രായേലിൻ്റെ യുദ്ധം നൽകുന്ന ഭീതിയെക്കുറിച്ചാണ് വാർത്ത വളരെ വലുതായി നൽകിക്കൊണ്ടിരിക്കുന്നത്. ദീർഘയുദ്ധത്തിന് ഇസ്രായേൽ തയ്യാറെടുക്കുന്നു. അപ്പുറത്ത് ഇറാൻ പ്രതിരോധിക്കാൻ തയ്യാറെടുക്കുന്നു. ഇറാനും ആ രൂപത്തിൽ യുദ്ധത്തെ ഏറ്റുവാങ്ങാൻ അല്ലെങ്കിൽ യുദ്ധത്തെ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ആ സൂചനയാണ് ദേശാഭിമാനി നൽകുന്നത്. ദീർഘയുദ്ധത്തിന് ഇസ്രായേൽ അതിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. വേഗം ഒന്ന് മനോരമയിലേക്കും മാതൃഭൂമിയിലേക്കും പോയി വരാമെന്ന് തോന്നുന്നു. കാരണം കുറച്ചും കൂടി വിശദമായി ഈ രണ്ട് പത്രങ്ങളും, മനോരമ ഒരുപക്ഷെ ഒരു പടി കൂടി കടന്ന് ഈ ബോംബർ വിമാനങ്ങൾ, ഇന്ന് ബോംബിട്ട വിമാനങ്ങൾ അവിടേക്ക് എത്തുന്നു എന്നതുവരെ 7-ാം പേജിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും 1-ാം പേജിൽ മനോരമ ഇറാൻ്റെ ആണവ കേന്ദ്രത്തിൽ വീണ്ടും ബോംബിട്ടു, 2 ഇറാനിയൻ കമാൻഡർമാർ കൂടി കൊല്ലപ്പെട്ടു എന്ന വാർത്ത 1-ാം പേജിൽ വളരെ വലുതായി നൽകിയിട്ടുണ്ട്. ആ വാർത്തയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് ജനീവ ചർച്ച പരാജയമാണ്. ആ ചർച്ച പരാജയപ്പെടുമ്പോൾ സ്വാഭാവികമായും യൂറോപ്യൻ രാജ്യങ്ങളും ഇറാനും ഇസ്രായേലും ഒക്കെ ചേർന്നുള്ള ഒരു ചർച്ച, വളരെ വലിയ ചർച്ചയായിരുന്നു നടക്കേണ്ടിയിരുന്നത്. പക്ഷേ ആ ചർച്ച പരാജയപ്പെടുമ്പോൾ സ്വാഭാവികമായും അത് അടുത്ത ഘട്ടത്തിലേക്ക് യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. അതാണ് ഇപ്പോൾ ട്രംപ് യൂറോപ്യൻ രാജ്യങ്ങളുടെ ചർച്ച പരാജയപ്പെട്ടപ്പോൾ ഇന്നലെ ആ ചർച്ച പരാജയപ്പെട്ടപ്പോൾ ഇന്ന് രാവിലെ തന്നെ അധികം വൈകാനൊന്നും കാത്തുനിന്നില്ല, യുദ്ധത്തിലേക്ക് പോകുന്നു. മനോരമ അത് വളരെ വലിയ വാർത്തയായി ലീഡായി നൽകുന്നു. 7-ാം പേജിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ബോംബർ വിമാനങ്ങൾ എന്തൊക്കെയായിരുന്നു അവർ ചെയ്തത്, അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്നത്, ഏത് തീരത്തേക്കാണ് അവർ അടുക്കുന്നത് എന്ന വാർത്തയെല്ലാം ഒരുപക്ഷെ മനോരമയാണ് ഇക്കാര്യത്തിൽ ഒരു പടി മുന്നിൽ കടന്ന് ആ വാർത്തയെ ദീർഘവീക്ഷണത്തോടെ കണ്ടത് എന്ന് വേണം കാണാൻ. B-2 ബോംബറുകൾ നീങ്ങി തുടങ്ങി എന്നാണ് മനോരമ 7-ാം പേജിൽ നൽകിയ വാർത്ത. B-2 ബോംബറുകളാണ് ഇന്ന് ഇറാനെ തകർത്ത് ബോംബിടുന്നത് എന്നുകൂടി പറയുന്നുണ്ട്. സ്വാഭാവികമായും ഈ ഇൻ്റലിജൻസ് മേധാവിക്കടക്കം മുന്നറിയിപ്പ് ട്രംപ് അങ്ങോട്ട് കൊടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഇൻ്റലിജൻസ് മേധാവിക്ക് ലക്ഷ്യം ഇറാനാണ് എന്ന കാര്യത്തിൽ അവ്യക്തത ഉണ്ട് എങ്കിൽ പോലും ആ അവ്യക്തത ഇപ്പോൾ മാറുന്നു. ഈ B-2 ബോംബർ വിമാനങ്ങൾ, മനോരമ പറയുന്ന B-2 ബോംബർ വിമാനങ്ങൾ തന്നെയാണ് ഇപ്പോൾ അവിടെ എത്തി ബോംബിടുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊന്ന്, ഇന്നലെ വലിയ വാർത്തയും ചർച്ചയായ വാർത്തയും ട്രംപിന് നോബൽ സമ്മാനം, അല്ലെങ്കിൽ അദ്ദേഹം നോബൽ സമ്മാനത്തിന് അർഹനാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നൊരു കാര്യമാണ്. എന്തായാലും നോബൽ സമ്മാനത്തിന് അർഹനായ മനുഷ്യനാണ് ഇന്ന് രാവിലെ വന്ന് യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നുകൂടി തമാശ രൂപത്തിൽ പറയേണ്ടി വരും. ആ വാർത്ത ട്രംപിന് സമാധാന നോബൽ നൽകണമെന്ന് പാകിസ്ഥാൻ പറയുന്നുണ്ട്. അങ്ങനെ പാകിസ്ഥാൻ പറയുന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ്റെ താല്പര്യം വേറെയാണ്. ആ വാർത്തയെക്കുറിച്ച് നമുക്കറിയാം. പക്ഷേ ആ വാർത്ത മനോരമ 7-ാം പേജിൽ നന്നായി നൽകിയിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, എനിക്ക് നോബൽ സമ്മാനം കിട്ടില്ല, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം തടഞ്ഞതുവരെ ഞാനാണ്
എന്നിട്ടും എനിക്ക് നോബൽ സമ്മാനം തരുന്നില്ല എന്ന രൂപത്തിലൊക്കെ ട്രംപിൻ്റെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഇന്നലെ വന്നിരുന്നു. പക്ഷേ ട്രംപിന് നോബൽ സമ്മാനം കൊടുക്കണമെന്ന് പാകിസ്ഥാൻ പറഞ്ഞ വാർത്തയും മനോരമ നൽകിയിട്ടുണ്ട്. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ 255 പേർ കൂടി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി. ഒരു മലയാളി ഇന്ന് പുലർച്ചെ കേരളത്തിൽ എത്തിയിട്ടുണ്ട്. അത് അങ്ങനെ വളരെ വിശദമായി മനോരമ ഈ വാർത്തയെ ഒരുപക്ഷെ വിശാലാടിസ്ഥാനത്തിൽ കണ്ടും ദീർഘവീക്ഷണത്തോടെ കണ്ടുമാണ് ഈ വാർത്തയെ നൽകിയിട്ടുള്ളത്. മാതൃഭൂമി ഒന്നാം പേജിൽ ഇറാൻ കമാൻഡറെ ഇസ്രായേൽ വധിച്ചു എന്നാണ് പറയുന്നത്. ഒക്ടോബർ 7 ആക്രമണത്തിന് ഹമാസിനെ സഹായിച്ചയാളെന്ന് ഇസ്രായേലിന് ഒരുപാട് വാദങ്ങൾ പറയാനുണ്ടാവും. പക്ഷേ അവിടെ കാര്യമായ ആക്രമണം നടക്കുകയാണ്. ഇറാൻ കമാൻഡറെ ഇസ്രായേൽ വധിച്ചു കഴിഞ്ഞു. ഖമനേയി പിൻഗാമിയെ നിർദ്ദേശിക്കുന്ന റിപ്പോർട്ട് 3 പേരുടെ പട്ടികയിൽ മകൻ മൊജ്താബ് ഇല്ല. അതൊരു വലിയ ശ്രദ്ധേയമായ വാർത്തയാണ്. മാതൃഭൂമിയാണ് ആ വാർത്ത പിൻഗാമി നിശ്ചയിച്ച വാർത്ത. കേരളകൗമുദി നൽകിയിട്ടുണ്ട് ആ വാർത്ത പിൻഗാമി നിശ്ചയിച്ചെന്ന് പറയുമ്പോൾ. പക്ഷേ മകൻ ആ പിൻഗാമികളുടെ പട്ടികയിൽ 3 പേരുടെ പട്ടികയിൽ ഇല്ല എന്നുള്ളത് മാതൃഭൂമി വളരെ വിശദമായി നൽകുന്നു. 3 പേരുടെ പട്ടികയിൽ മകൻ മൊജ്താബ് ഇല്ല. മൊജ്താബെക്കുറിച്ച് നമുക്കറിയാം. ഞാൻ ഈ പ്രസ്താവന വളരെ വിശദമായി പറയുന്നില്ല. വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന പേരാണ് മൊജ്താബ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയെന്ന് വളരെ വലുതായി വ്യാഖ്യാനിക്കപ്പെട്ട അല്ലെങ്കിൽ നിർദ്ദേശിക്കപ്പെട്ട പേരുകളിലൊന്നാണ്. എന്തായാലും മൊജ്താബ് ഇല്ല എന്നുകൂടി പറയുമ്പോൾ ആ വാർത്ത മാതൃഭൂമി ഒന്നാം പേരിൽ നൽകുന്നു. ആ വലിയ വാർത്തയെ തന്നെയാണ് നൽകുന്നത്. ആ വലിയ വാർത്ത തന്നെയാണ് അതാണ് അതിൻ്റെ പ്രാധാന്യം എന്ന് വേണം മനസ്സിലാക്കാൻ. മറ്റൊന്നുള്ളത് ഈ പിൻഗാമി നിർദ്ദേശങ്ങൾ മാത്രമല്ല, ഈ വ്യോമാക്രമണവുമായി ബന്ധപ്പെട്ട് അവിടെ ആശുപത്രികളും പാർപ്പിടങ്ങളും പൂർണ്ണമായും തകർത്തു എന്നുകൂടി മാതൃഭൂമി പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും യുദ്ധസമാനമായ അന്തരീക്ഷം നിൽക്കുന്നു. അമേരിക്ക കൂടി ഇടപെടുന്നു. ഇനി ഇന്നത്തെ പകൽ എന്താണെന്ന് കണ്ടറിയേണ്ടി വരും. അത് നാളത്തെ പത്രങ്ങൾ വിശദമായി പറയുമെന്ന് വിചാരിക്കാം. ഇനിയുള്ളത് നമ്മൾ നാട്ടിലേക്ക് വരാം, കേരളത്തിലേക്ക് വരാം. ഈ ഭാരതാംബ അല്ലെങ്കിൽ കാവിക്കൊടി ഏന്തിയ ഭാരതാംബ അല്ലെങ്കിൽ രാജ്ഭവനകത്ത് ഗവർണർ സ്ഥാപിച്ച കാവിക്കൊടി ഏന്തിയ ഭാരതാംബ, ആ ഭാരതാംബ വിവാദം കഴിഞ്ഞൊരു ഒരാഴ്ചയായി നിലനിൽക്കുകയാണ്. മന്ത്രി പ്രസാദിൽ നിന്ന് ശിവൻകുട്ടിയിലെത്തി നിൽക്കുന്ന വിവാദത്തിൽ ശിവൻകുട്ടി എടുത്ത നിലപാട്, ഇന്നലെ കഴിഞ്ഞ ദിവസം എടുത്ത നിലപാട്, ശിവൻകുട്ടി അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്നു. കാരണം കാവിക്കൊടി ഏന്തിയ ഭാരതാംബയ്ക്ക് മുന്നിൽ വിളക്ക് കൊളുത്താനാകില്ല എന്ന് ശിവൻകുട്ടി വളരെ സ്പഷ്ടമായി പറഞ്ഞ് ഇറങ്ങിപ്പോരുന്നു. ശേഷം നടന്ന വിവാദങ്ങളിലേക്കാണ് പോകുന്നത്. മനോരമ ഒന്നാം പേജിൽ ആ വാർത്ത വളരെ വിശദമായി നൽകിയിട്ടുണ്ട്. വിവാദം തെരുവിലേക്ക്. അത് സ്വാഭാവികമാണ്. ഗവർണറെ സംരക്ഷിക്കാൻ ABUP-യും അതുപോലെ മന്ത്രിയെ സംരക്ഷിക്കാൻ SFIയും രണ്ടുപേരും പഴയ ABUP SFIക്കാരാണെന്നുള്ളതാണ് ഇതിൻ്റെ കൗതുകം. അതുകൊണ്ട് തന്നെ ആ വാർത്തയും അങ്ങനെ തന്നെയാണ്. വിവാദം തെരുവിലേക്ക്. ഇന്നലെ രാത്രിയും വിവാദം തെരുവിൽ തന്നെയായിരുന്നു. തിരുവനന്തപുരത്ത് വളരെ വലിയ ഏറ്റുമുട്ടലുണ്ടായി. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇറാൻ വാർത്തയ്ക്ക് അതേ പ്രാധാന്യം മനോരമ നൽകിയിട്ടുണ്ട്. ഇറാൻ വാർത്തയേക്കാൾ ഒരു പടി പ്രാധാന്യം മുകളിലായി കൊടിപ്പട വിവാദം തെരുവിലേക്ക് എന്ന തലവാചകത്തിലാണ് മനോരമ ആ വാർത്ത നൽകിയിട്ടുള്ളത്. BJPയുടെ പ്രതിഷേധം അതേ നാണയത്തിൽ നേരിടാൻ CPM. ഗവർണർക്കെതിരെ നിയമപരമായി നീങ്ങില്ല, പ്രതിഷേധം തുടരും എന്നാണ് CPMൻ്റെ നിലപാട്. ഒപ്പം തന്നെ ഗവർണറെ സംരക്ഷിക്കാനും മന്ത്രിക്കെതിരെ വലിയ വികാരവും വലിയ പ്രതിഷേധവും ഒക്കെ ആയിട്ട് ABUP-യും ആ അനുബന്ധ സംഘടനകളും ഒക്കെ തെരുവിലുണ്ട്. ഇന്നലെ ഒരുപക്ഷെ BJP ഇക്കാര്യത്തിൽ ഇടപെട്ടെങ്കിലും BJPക്ക് ചെറിയൊരു അബദ്ധം പറ്റിയെന്ന കാര്യവും കൂടി പറഞ്ഞു പോകുന്നുണ്ട്. ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഭാരതാംബയുടെ ചിത്രവും പിന്നീട് തെരുവിൽ വെച്ച ഭാരതാംബയുടെ ചിത്രവും തമ്മിൽ BJPക്കാർക്ക് പരസ്പരം മാറിപ്പോയി. അത് തിരുവനന്തപുരത്തും പാലക്കാട്ടും ആ സംഭവം ഉണ്ടായി. അതിനുശേഷം പാലക്കാട്ട് ശിവരാജൻ എന്ന് പറഞ്ഞ അവരുടെ BJPയുടെ ദേശീയ കൗൺസിൽ അംഗം നമ്മുടെ ദേശീയ പതാകയ്ക്ക് പകരം കാവി പതാക വേണമെന്ന വാദം കൂടി കൊണ്ടുവരുന്നു. അത് വലിയ വിവാദമായി മാറുന്നു. പക്ഷേ ഇതൊക്കെ ആണെങ്കിൽ പോലും ഗവർണർക്ക് സംസ്ഥാന പോലീസിൽ വിശ്വാസമാണ്. കേന്ദ്രസേനയൊന്നും ഇവിടെ വരേണ്ടതില്ല. കാരണം ഗവർണർ ആയതുകൊണ്ട് സ്വാഭാവികമായും കേന്ദ്രസേനയ്ക്ക് വരാം, പക്ഷേ വരേണ്ടതില്ല എന്ന് ഗവർണർ നിലപാടെടുത്ത കൂടി മനോരമ ഒന്നാം പേജിൽ വളരെ വിശദമായി നൽകുന്നുണ്ട്. മറ്റ് പത്രങ്ങളിലേക്ക് പോയാൽ ജന്മഭൂമിയിലേക്ക് തന്നെ പോകാം. കാരണം എന്താണ് ജന്മഭൂമി പറഞ്ഞത് നോക്കേണ്ടി വരും. ഭാരതമാതാവിനെ പൂജിക്കുന്നത് ആത്മാഭിമാനത്തിൻ്റെ ആവിഷ്കാരമെന്നാണ് ജന്മഭൂമി പറയുന്നത്. ഇത് 2024 മദ്രാസ് ഹൈക്കോടതിയുടെ വിധി. ഒരുപക്ഷെ ഈ വിവാദങ്ങൾക്കിടെ ജന്മഭൂമി കഴിഞ്ഞ കുറേ ദിവസങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇല്ലെങ്കിൽ ഈ വാർത്ത വളരെ നേരത്തെ നൽകാമായിരുന്നു. കാരണം ഈ വിധി വളരെ നേരത്തെ വന്നതാണ്, നമുക്കൊക്കെ അറിയാവുന്ന വിധിയാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ദേശീയത, ദേശഭക്തി, ദേശസ്നേഹം എന്നിവ പ്രകടിപ്പിക്കാനുള്ള അവകാശം ഭരണഘടനയുടെ 19(1)(a) അനുവദിക്കുന്ന മൗലിക അവകാശങ്ങളുടെ പരിധിയിൽ ഉൾപ്പെടുന്ന സുപ്രധാന നിരീക്ഷണവും വിധിയിലുണ്ടായിരുന്നു. ഇത് ഹൈക്കോടതിയല്ല, സുപ്രീം കോടതി തന്നെ പറഞ്ഞ കാര്യമാണ്. ഭരണഘടനയുടെ ഈ ദേശഭക്തിയും ദേശസ്നേഹമൊക്കെ നമുക്ക് പ്രകടിപ്പിക്കാമെന്ന്. അങ്ങനെ ഒന്നാണ് ഇന്നലെ ഒരു BJP നേതാവ് പാലക്കാട്ട് ദേശസ്നേഹം പ്രകടിപ്പിച്ചത്. നമ്മുടെ ദേശീയ പതാകയ്ക്ക് പകരം വേണ്ടത് കാവ്യ പതാകയാണെന്നുള്ള ദേശഭക്തി അദ്ദേഹം ഇന്നലെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഭാരതമാതാവിനെ പൂജിപ്പിക്കുന്നത് ആത്മാഭിമാനത്തിൻ്റെ ആവിഷ്കാരമെന്ന് മദ്രാസ് ഹൈക്കോടതി പറഞ്ഞതാണ് ഒന്നാം പേജിൽ വാർത്തയായിട്ടുള്ളത്. ഭാരതമാതാവിനെ പൂജിക്കുന്നത് എങ്ങനെയാണ് എന്ന കാര്യമാണ് തർക്കം നടക്കുന്നത്. അതിൽ BJPക്ക് അകത്ത് തന്നെ തർക്കമുണ്ട് എന്നുള്ളതാണ് ഇന്നലെ നടന്ന സംഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഫേസ്ബുക്കിൽ വന്ന ഫോട്ടോയും തെരുവിൽ വെച്ച ഭാരതാംബയുടെ ഫോട്ടോയും തമ്മിൽ മാറിപ്പോയി. അതെന്തായാലും ആ വാർത്തയെക്കുറിച്ച് വളരെ വിശദമായി ജന്മഭൂമി പറയുന്നില്ല എന്നുകൂടി പറയേണ്ടി വരും. മറ്റു വാർത്തകളിലേക്ക് പോകാം. കുറച്ച് സോഫ്റ്റായി തന്നെ പോകാം. കാരണം യുദ്ധം, ഭാരതാംബ വിവാദമൊക്കെ നിൽക്കുമ്പോൾ മാതൃഭൂമി, മനോരമയൊക്കെ ചെറിയ കൗതുക വാർത്തകൾ അല്ലെങ്കിൽ നമുക്ക് മനസ്സിന് സന്തോഷം നൽകുന്ന ചില വാർത്തകൾ ഒന്നാം പേജിൽ നൽകാറുണ്ട്. അതിലേക്ക് പോകാം.
ജഗദീഷ് ശ്രീകുമാറിനെ നമ്മുടെ അമ്പിളിച്ചേട്ടനെ അറിയാത്തവരാരുമില്ല. അദ്ദേഹത്തോട് സ്നേഹവും ബഹുമാനവും ആദരവും ഒക്കെയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്, ആരാധനയും ഒക്കെയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തെ വിമാനത്തിൽ കണ്ടാൽ, ഇന്നലെ രണ്ടുപേരും ഒരു വിമാനത്തിൽ ഒന്നിച്ചുണ്ടായിരുന്നു, ആ വിമാനത്തിൽ കണ്ടപ്പോഴുള്ള ചിത്രമാണ് മാതൃഭൂമി ഒന്നാം പേജിൽ കൊടുത്തിട്ടുള്ളത്. ആ മാതൃഭൂമിയുടെ തലവാചകം ഇങ്ങനെയാണ്: മാനത്ത് അമ്പിളി. നമുക്ക് എത്ര ഈ തലവാചകം കണ്ടപ്പോൾ എനിക്കൊരു പക്ഷേ മാതൃഭൂമിയിൽ ആ തലവാചകം ഇട്ട ആളോട് വളരെ വലിയ ബഹുമാനം തോന്നി. മാനത്ത് അമ്പിളി കൺകുളിർക്കെ കണ്ട് മുഖ്യമന്ത്രി എന്നുള്ളതാണ്. മുഖ്യമന്ത്രി അദ്ദേഹത്തെ കണ്ടതിനപ്പുറത്തേക്ക് ഈ വാർത്തയെ മാതൃഭൂമി ട്രീറ്റ് ചെയ്ത രീതിയാണ് അഭിനന്ദിക്കേണ്ടത്. മാനത്ത് അമ്പിളിയാണ്, കൺകുളിർക്കെ കണ്ട് മുഖ്യമന്ത്രിയാണ്. എത്ര സുന്ദരമായ വാർത്തയും സുന്ദരമാണ്, ആ സംഭവവും സുന്ദരമാണ് എന്ന് വേണം കാണാൻ. കാരണം ജഗദീഷ് ശ്രീകുമാർ മലയാളത്തിന് എത്ര പ്രിയങ്കരനാണെന്ന് നമുക്കറിയാം. അദ്ദേഹം അപകടത്തിൽപ്പെട്ടിരുന്നു, അതിനുശേഷം അദ്ദേഹം ജീവിതത്തിലേക്ക് വലിയ രൂപത്തിൽ തിരിച്ചു വന്നിരിക്കുന്നു. അദ്ദേഹത്തെ വിമാനത്തിൽ ഒന്നിച്ച് കാണുമ്പോൾ മുഖ്യമന്ത്രിക്കും ആ സ്നേഹം പ്രകടിപ്പിക്കാൻ തോന്നുന്നതെന്നും വലിയ കാര്യം തന്നെയാണ്. കേരളകൗമുദിയും ആ വാർത്ത ഒന്നാം പേജ് നൽകിയിട്ടുണ്ട്. നടൻ ജഗതി തൊട്ടരികിൽ സന്തോഷം പങ്കിട്ട് മുഖ്യമന്ത്രി. ഇൻഡിഗോ വിമാനത്തിലാണ് രണ്ടുപേരും ഒന്നിച്ച് കണ്ടത്. എന്തായാലും സുഖമാണോ തോളിൽ തട്ടി വിശേഷം ചോദിച്ച ആളെ ജഗദീഷ് ശ്രീകുമാർ തിരിച്ചറിഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേർത്ത ചിരിയോടെ അതേന്ന് തലയാട്ടി. ഇത് എന്തായാലും ഈ വാർത്ത വളരെ വിശദമായി എല്ലാവരും പത്രത്തിൽ വായിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ തന്നെ വായിച്ച് ആ വാർത്ത മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇനി മറ്റൊന്ന് യോഗാ ദിനമാണ്. യോഗാ ദിനം നമുക്കറിയാം, പ്രധാനമന്ത്രി ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്തടക്കം ലോകരാജ്യങ്ങൾക്കടക്കം അന്തർദേശീയ തലത്തിൽ യോഗയെ കൊണ്ടുപോയാലാണ് നമ്മുടെ പ്രധാനമന്ത്രി. അദ്ദേഹം ഇന്നലെ വിശാഖപട്ടണത്തായിരുന്നു. എല്ലാ പത്രങ്ങളും വളരെ വിശദമായി തന്നെ അദ്ദേഹത്തിൻ്റെ വാർത്ത, അദ്ദേഹം പ്രധാനമന്ത്രിയും ഈ കേരളത്തിൽ സുരേഷ് ഗോപി അടക്കമുള്ള ആളുകൾ, മന്ത്രിമാരടക്കമുള്ള ആളുകളൊക്കെ, മന്ത്രി വി എൻ വാസവനൊക്കെ വളരെ വലുതായിട്ട് യോഗ ചെയ്യുന്ന ദൃശ്യങ്ങളൊക്കെ വന്നിരുന്നു. പക്ഷേ ഏറ്റവും ശ്രദ്ധേയമായത് നമ്മുടെ നടൻ മോഹൻലാൽ. അദ്ദേഹം ഈ അടുത്ത കാലത്തൊന്നും ഈ യോഗയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇങ്ങനെ ചില പൊതുപരിപാടികൾ വരാറുണ്ടായിരുന്നില്ല. പക്ഷേ മനോരമയുടെ മൂന്നാം പേജിലെ ഏറ്റവും മികച്ച ചിത്രം എന്ന് പറയുന്നത് മോഹൻലാലാണ്. മോഹൻലാൽ തലചരിച്ച് ഉള്ളൊരു ചിത്രം. എല്ലാ പത്രങ്ങളിലും പല പത്രങ്ങളിലും പല രൂപത്തിലാണ്. ഞാൻ മനോരമയുടെ ചിത്രത്തെക്കുറിച്ച് പറയുന്നു. അതോടൊപ്പം തന്നെ മാതൃഭൂമിയിൽ 7-ാം പേജിൽ ആ വാർത്തയുണ്ട്. എനിക്ക് തോന്നുന്നു കേരളകൗമുദിയിൽ മോഹൻലാലിന് ചരിവില്ല, മോഹൻലാൽ നേരെയാണുള്ളത്. പക്ഷേ എന്തായാലും ആ യോഗ ചിത്രം എന്നുള്ളത് വളരെ ഏറ്റവും നല്ല ചിത്രങ്ങളിലൊന്ന് മനോരമയുടെയും മാതൃഭൂമിയുടെയും തന്നെയാണ്. മോഹൻലാൽ ആയതുകൊണ്ട് ആ വാർത്തയ്ക്കും വലിയ പ്രാധാന്യമുണ്ട്. യോഗാ ദിനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൗതുകവും ഏറ്റവും പ്രാധാന്യവും ഒക്കെ മോഹൻലാലിൻ്റെ യോഗയാണ്. അദ്ദേഹത്തിൻ്റെ വിശ്വശാന്തി ഫൗണ്ടേഷനാണ് ആ യോഗ, അദ്ദേഹത്തിൻ്റെ ആ പരിപാടി സംഘടിപ്പിച്ചത്. എന്തായാലും ആ വാർത്തയിൽ അദ്ദേഹത്തിനൊപ്പം കുട്ടികളുമുണ്ട്. ആ കുട്ടികളും കൂടി ചേരുമ്പോൾ ആ ചിത്രം കുറച്ചും കൂടി മനോഹരമാകുന്നു, നന്നായി വരുന്നു എന്ന് വേണം കാണാൻ. മോഹൻലാൽ ആയതുകൊണ്ട് ഒരുപക്ഷെ പ്രധാനമന്ത്രിക്ക് മുകളിൽ ആ വാർത്ത പോയി എന്നുള്ളതാണ് ഞാനിത് പറയാനുള്ള കാരണം. അത് അവസാനത്തേക്ക് മാറ്റിവെച്ചതാണ്. ഇനി ഏറ്റവും പ്രധാനം, കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം നമ്മുടെ ഈ ഒപ്പം ഒരു വാർത്ത കൂടി, ഈ നിലമ്പൂരിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു വാർത്ത കൂടി പറയാം. ഇൻ്റർനെറ്റിലെ പാസ്വേഡ്, അത് സാമൂഹ്യ മാധ്യമങ്ങളിലായാലും നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് ആയാലും അങ്ങനെ പല രൂപത്തിൽ നമ്മൾ പാസ്വേഡ് സൂക്ഷിക്കുന്ന ആളുകളാണ്, കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്. ഈ ഇൻ്റർനെറ്റിലെ പാസ്വേഡിൻ്റെ ചോർച്ചയെ സംബന്ധിച്ച് എക്കാലവും വാർത്ത വരാറുണ്ട്. പക്ഷേ ഇന്ന് മാതൃഭൂമിയുടെ ഉൾപേജിൽ, മാതൃഭൂമി മാത്രമാണ് ആ വാർത്ത ഇന്ന് കൊടുത്തിട്ടുള്ളത്, ഇൻ്റർനെറ്റിൽ പാസ്വേഡ് ചോർച്ച. മാതൃഭൂമിയുടെ 14-ാം പേജിൽ ലോകമാകെ 1600 കോടി ഇൻ്റർനെറ്റ് ലോഗിൻ വിലാസങ്ങളോ പാസ്വേഡുകളോ ചോർന്നിട്ടുണ്ട്. 1600 കോടി എന്ന് പറയുമ്പോൾ മൊത്തം ലോക ജനസംഖ്യയിലേക്ക് തന്നെ അത് വിരൽ ചൂണ്ടുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ കണക്കെടുത്താൽ 1600 കോടി വിലാസങ്ങളോ പാസ്വേഡുകളോ ചോർന്നു എന്ന് പറയുന്നു. ലോഗിൻ വിവരങ്ങൾ ചോർന്നുവെന്ന് സംശയമുണ്ടെങ്കിൽ പാസ്വേഡ് അടിയന്തരമായി മാറ്റണമെന്ന് സൈബർ ന്യൂസ് നിർദ്ദേശിച്ചു. നിങ്ങൾക്ക് ആർക്കെങ്കിലും, നമ്മുടെ പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ പാസ്വേഡ് മാറ്റണമെന്നാണ് പറയുന്നത്. കാരണം ഇൻ്റർനെറ്റിലെ പാസ്വേഡാണ് ഒരുപക്ഷെ എല്ലാവരുടെയും ജീവിതത്തെ തന്നെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് വേണം പറയാൻ. ഇനി നിലമ്പൂരിലേക്കാണ്. നിലമ്പൂർ തെരഞ്ഞെടുപ്പാണ്. റിസൾട്ട് നാളെ വരും. എല്ലാവരും ആ പ്രതീക്ഷയാണ്. രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം വലിയ പ്രതീക്ഷയാണ്. ഈ വലിയ വാർത്തകൾക്കിടയിൽ പത്രങ്ങൾ അത് ഉൾപേജിലേക്ക് ഒതുക്കി എന്ന് മാത്രമേ പറയാനുള്ളൂ. അതോടുകൂടി അത് വളരെ വിശദമായി പറയേണ്ട ഒരു കാര്യമാണ്. പക്ഷേ എന്നാൽ പോലും നാളെ നമുക്ക് വിശദമായി അത് പറയാമെന്ന് വിചാരിക്കുന്നു. സേതു. ഓക്കെ ശ്രീജിത്ത്, ശരി.